എന്നാ പരിപാടിയായിരുന്നടാ? നീ എന്താ ഇറങ്ങായിരുന്നേ? എടോവേ, ഇത് നല്ല കൂത്ത്. പൊന്മുടിയിലോട്ട് പോന്നവരുടെ വണ്ടി ഇങ്ങോട്ട് തിരിച്ചാലെങ്ങനെ? ഞാനില്ല. നീ ഇല്ലാന്നാ? നീ ഇതിലൊന്നും ഇടപെടണ്ടോവേ. നിന്നെ വരെ ഞങ്ങൾ എന്തെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടാ? നീ 2 ചാമ്പ്യച്ച് ആ കായലിന്റെ തീരത്ത് കാറ്റും കൊണ്ട് അട്ടമുടി കായലിലെ അന്ന നട തോണിയിലെ എന്ന് പറഞ്ഞ അവിടെ കേടാ. നിങ്ങൾക്ക് വേണ്ടതൊരു ഡ്രൈവറിനെ അല്ലേ? ഞാൻ സന്തോഷിനെ വിളിച്ചിട്ടുണ്ട്, അവൻ വരും. എടാ ജ്യോതി, ഞാൻ പറയുന്ന കേക്ക്. എടാ അവിടെ നില്ലേ, വണ്ടി ഓടിക്കാൻ പറയാൻ ആള് വരും. എന്നതാടാ പ്രശ്നം? നീ കാര്യം തുറന്നു പറ. എന്നതാടാ സോണി? എടാ അതിപ്പോ അവനൊരു ജോലി, അതിപ്പോ നമ്മുടെ കൂടെ ആകുമ്പോ വന്നേ. ഒരുമാതിരി കോപ്പലെ വർത്താനം പറയരുത്. അവളെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് നിൽക്കുന്നവനെ തല വലിച്ചേരി നീ വർഷം 2-3 സിനിമ എടുക്കുന്നുണ്ടല്ലോ ഇവന്റെ പേരിൽ. ഇവൻ തരുന്ന കണക്ക് പ്രകാരം അതിൽ ഒരു സിനിമയെങ്കിലും ഓടിയിട്ടുണ്ടോ? 5 പൈസ നിനക്ക് തിരിച്ചിട്ടുണ്ടോ? അയ്യോ ജോയ് സാറേ, ഞാനും സന്തോഷം കൂടി ഇവന്റെ ഓഫീസിൽ പോയതാ ബേബിച്ചായ. ശരിക്കുള്ള കണക്ക് നോക്കിയാൽ ഇറങ്ങിയ 4 പണം ലാഭത്തിലാ പോയത്. സോണിച്ചാത്തെ, നീ ടാറ്റയും ബിർലയൊന്നും അല്ല. നിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി ഇപ്പൊ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിലേക്ക് പാർട്ണർ എന്ന് പറഞ്ഞ ഒരുത്തനെ വിളിച്ച് കേട്ടിട്ടുണ്ടല്ലോ. നാളെ അവനും വരും ഈ നാറിയെ പോലെ ആ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ ആ പെണ്ണിന് വേണ്ടിയാ ബേബിച്ചായ, ആ കൂത്തിച്ചയ്ക്ക് വേണ്ടി. അവളുടെ സോണി ഈ കാര്യത്തിലുള്ള മണ്ടനല്ല, അത് മനസ്സിലാക്കാത്ത ആരണി കമ്പനി സോണിക്ക് വേണ്ട. സോണിച്ചാ നീ നിന്നേ. സോണി